ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് മെയ് 7 ഭാരതം കാത്തുവെച്ച ദിവസം, മറുപടി കൊടുക്കാൻ കാത്തുനിന്ന ദിവസം. അറിയാമല്ലോ, പഹൽഗാമിൽ വിനോദസഞ്ചാരത്തിനെത്തിയ കുറേ വ്യക്തികളെ മതം എന്ന ഒരിത് ചോദിച്ച് ആണുങ്ങളെ നേരെ നിറയൊഴിച്ച ഭീകരർ. അവർക്ക് മറുപടി നൽകുവാൻ ഭാരതം കാത്തുനിന്ന ദിവസം. കൃത്യം പോയിന്റ് ബ്ലാങ്കിലേക്ക് നോക്കി 9 ഇടങ്ങളെയും ഭാരതം തകർത്തു. അനവധി ഭീകരർ വധിക്കപ്പെട്ടു. അതിനെ ഭാരതം നമ്മെ കുറച്ചും കൂടി ഊർജ്ജസ്വലരാക്കാൻ വേണ്ടി നമ്മളും ഭാരത ഗവൺമെൻറ് നൽകിയ ആ നിർദ്ദേശങ്ങൾ പാലിക്കുന്നു. ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 4:30 വരെ നാം ഇങ്ങനൊരു അടിയന്തരാവസ്ഥ വന്നാൽ സ്വീകരിക്കേണ്ട പ്രവർത്തനങ്ങൾക്ക് മുൻകരുതലെടുക്കാൻ വേണ്ടി ഒരു മോക്ക് ഡ്രിൽ നടത്തുന്നു. നാം അതിൽ പങ്കെടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഭീകരവാദത്തിനെതിരെ ഭാരതം എന്നും ശക്തമായി തന്നെ പ്രതിരോധിക്കുന്നു എന്നതിന് തെളിവാണ് ഈ കഴിഞ്ഞ രാത്രി നമുക്ക് സാക്ഷ്യപ്പെടുത്തിയത്. ഇനി ഒരിക്കലും ഇതുപോലെ പാവങ്ങളെയോ മറ്റുള്ളവരെയോ ഭീകരവാദം എന്ന ഉപയോഗിച്ചുകൊണ്ട് വധിക്കപ്പെടരുതെന്ന ആഗ്രഹം ആണ് നമുക്കുള്ളത്. പലർക്കും ഭാരതാംബയുടെ അല്ലെങ്കിൽ ഭാരതീയരുടെ ഈ മുൻകരുതൽ നമുക്കും കൈകോർക്കാം. ഓക്കെ, അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. 4 മണി മുതൽ 4:30 വരെയുള്ള കർഫ്യൂ പങ്കെടുക്കുവാനും അതിന് ഐക്യദാർഢ്യം നൽകുവാനും ഇനി ഒരിക്കലും ഒരു ഭാരതീയർക്കും കണ്ണീര് വീഴ്ത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് കർഫ്യൂവിൽ പങ്കെടുക്കാം. അതിൽ നിർദ്ദേശങ്ങൾ പാലിക്കുക. ഓക്കെ, പഹൽഗാമിൽ നമുക്ക് കിട്ടിയ അടിയുടെ തിരിച്ച് ആക്രമണത്തിനും നമ്മൾ ആക്രമണം നടത്തി. അപ്പം അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ നമ്മുടെ നാട് സജ്ജമാണെന്ന് അറിയിക്കാൻ വേണ്ടി എന്നുള്ള മോക്ക് ഡ്രില്ലും നടന്നു. നമ്മൾ പങ്കുകൊണ്ട ചെറിയൊരു ഭാഗമാണ് നമ്മുടെ മെയിൻ പവർ ഓഫ് ചെയ്ത ഭാഗമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു വീഡിയോ കാണാൻ നമുക്ക് കഴിയട്ടെ. കാരണം നമ്മളെ ഇപ്പോൾ തിരിച്ചടിച്ചിട്ടുണ്ട്. പിന്നെയും പ്രകോപനങ്ങൾ പലതും നമുക്കതിൽ നടക്കുന്നുണ്ട്. എന്നാലും പൂർണ്ണ വിശ്വാസമുണ്ട് നമ്മുടെ സേനകളെ. നാവികസേനയായാലും കരസേനയായാലും വ്യോമസേനയായാലും നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നമ്മുടെ മണ്ണിലെ ഒരു കുട്ടിക്ക് പോലും ഒരു പരിക്കുകൾ ഏൽക്കാതെ നമ്മെ സംരക്ഷിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. കാരണം നമ്മുടെ ഭാരതം ഇപ്പോൾ സുസജ്ജമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.